ഹായ് ഗൈസ്, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതായത് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനത്തെ പ്രസിഡന്റ് ഭരണം കൊണ്ടുവരണം എന്ന്. അതായത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മമതാ ബാനർജിയെ എടുത്തു കളഞ്ഞ് പ്രസിഡന്റ് ഭരണം അവിടെ കൊണ്ടുവരണം എന്ന്. അപ്പോൾ പലർക്കും സംശയം തോന്നാം, അതായത് എങ്ങനെയാണ് പ്രസിഡന്റ് ഭരണം കൊണ്ടുവരിക, അതുപോലെ തന്നെ പ്രസിഡന്റ് ഭരണം കൊണ്ടുവരുന്ന അത്രമാത്രം എളുപ്പമാണോ, ഒരു സ്റ്റേറ്റിനെ പ്രസിഡന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് എടുത്തു കളയാൻ പറ്റുമോ, പിന്നെ ജനങ്ങൾക്ക് എന്ത് പവറാണോ ഉള്ളത്, അതുപോലെ തന്നെ ഇപ്പോൾ അതായത് വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് അശ്വിൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ കിടക്കും. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ പ്രസിഡന്റ് ഭരണം കൊണ്ടുവരാൻ മാത്രം ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഓഗസ്റ്റ് 9 നടന്ന സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതായിരിക്കും. അതിനുശേഷം പിന്നീട് അവിടെ വലിയ പ്രശ്നങ്ങളെല്ലാം അറിയുകയും അതുപോലെ തന്നെ പല ഡോക്ടേഴ്സ് എല്ലാം തന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് ഇന്നും ആ പ്രശ്നത്തിന് ഒരു അന്തിമ തീരുമാനം എത്തിയിട്ടില്ല. അതായത് CBIക്ക് പോലും ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു മാസമായിട്ടും അതായത് ഒരു പ്രശ്നം ഇന്ത്യയിൽ ഇപ്പോൾ റേപ്പ് കേസെല്ലാം നടക്കുകയാണെങ്കിൽ ആ പ്രശ്നം 1-2 ആഴ്ച കൊണ്ട് സമാധാനപരമായിട്ട് വീണ്ടും ആൾക്കാർ അത് സ്വിച്ച് ചെയ്ത് പോകുന്നതാണ്. പക്ഷെ ഈ ഒരു പ്രശ്നത്തിൽ മാത്രം കഴിഞ്ഞ ഒരു മാസമായിട്ടും ഇതുവരെയും പ്രതിഷേധത്തിൽ നിന്ന് പിൻവലിയാൻ വേണ്ടി ഇവരൊന്നും തയ്യാറായിട്ടില്ല. ഇതാണ് അവിടെ നടക്കുന്ന യഥാർത്ഥത്തിൽ പ്രശ്നം. അപ്പോൾ അവിടെയുള്ള ഭരണപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളെല്ലാം തന്നെ എക്സ്ട്രീം ആയിട്ടെല്ലാം തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതെല്ലാം നിങ്ങൾ കണ്ടു കാണും. അതായത് BJP പറയുന്നു, അതായത് തൃണമൂൽ കോൺഗ്രസ് ഇവിടെ കൃത്യമായി വർക്ക് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ അത് കോൺഗ്രസിന് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതിനെ ഹേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ BJP ഇതിൽ കുറച്ച് രാഷ്ട്രീയ നേട്ടങ്ങളെല്ലാം എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അതായത് തൃണമൂൽ കോൺഗ്രസ് വിമർശിക്കുന്നു. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ലീഡറായ മമതാ ബാനർജിന്റെ അടുത്ത് നിന്ന് ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് വരുന്നു. അതായത് വെസ്റ്റ് ബംഗാൾ കത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡൽഹി വരെയുള്ള പല സംസ്ഥാനങ്ങളും അതേ അവസ്ഥ തന്നെയാകും എന്ന് പറഞ്ഞ് ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആരും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യ പോലെ ഒരു സ്റ്റേറ്റിലാണെങ്കിൽ അതും മമതാ ബാനർജി പോലെ അയൺ ലേഡി എന്ന് പറയുന്ന ഒരു CM കൂടെയായ മമതാ ബാനർജിന്റെ അടുത്ത് തന്നെ അത്രയും വലിയൊരു പൊസിഷനിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെ എതിരായിട്ടാണെന്ന് പലരും അതായത് ഇപ്പോൾ കേസെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രസിഡന്റ് ഭരണം കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം കൊണ്ടുവരുക എന്ന് വെച്ചാൽ ഇതിപ്പോ ആദ്യമായിട്ടല്ല, ഇത് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ജമ്മു കാശ്മീരിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളിലും ഇതിനു മുമ്പും പ്രസിഡന്റുകൾ ഭരിച്ചതാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സംസ്ഥാനം എടുക്കുക, വെസ്റ്റ് ബംഗാൾ നമ്മൾ എടുക്കുക. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ ഈ ഒരു പ്രസിഡന്റ് ഭരണം വരുന്നതിന് മുമ്പേ അവിടെയുള്ള ഗവൺമെന്റ്, അതായത് അവിടെയുള്ള ഗവർണർ ഡയറക്റ്റ് ആയിട്ട് പ്രസിഡന്റിനും അതുപോലെ തന്നെ യൂണിയൻ മിനിസ്റ്ററിനെല്ലാം റിപ്പോർട്ട് ചെയ്യും. അതായത് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമല്ല, അതായത് ഇന്ത്യൻ ഭരണകൂട പ്രകാരമല്ല ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലോ ആൻഡ് എൻഫോഴ്സ്മെന്റ് എല്ലാം തന്നെ സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഫെയിലായി. ഇങ്ങനെയുള്ള പല വിമർശനങ്ങളെല്ലാം പറഞ്ഞ് ഗവർണർ ഒരു റിപ്പോർട്ട് ആദ്യം തന്നെ സമർപ്പിക്കും. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിന് പിന്നീട് പ്രസിഡന്റ് പരിഗണിക്കുകയാണോ ഉണ്ടാവുക. ആർട്ടിക്കിൾ 356 പ്രകാരമാണ് ഈ പ്രസിഡന്റ് ഭരണം, അതായത് എമർജൻസി പ്രസിഡന്റ് ഭരണം നമുക്ക് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസിഡന്റ് വരുമ്പോൾ ആദ്യത്തെ ഒരു 6 മാസം പ്രസിഡന്റ് ഭരണമായിരിക്കും. പിന്നീട് അത് പാർലമെന്റിൽ വീണ്ടും അത് സബ്മിറ്റ് ചെയ്ത് അപ്രൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വേണമെങ്കിൽ 3 വർഷം വരെ അത് സ്റ്റേറ്റിന് പ്രസിഡന്റിനെ ഡയറക്റ്റ് ആയിട്ട് ഭരിക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്രസിഡന്റ് അല്ല ഭരിക്കുക, ഗവർണർ ആയിരിക്കും ഭരിക്കുന്നത്. പ്രസിഡന്റിനെ റെപ്രസെന്റ് ചെയ്ത് ഗവർണർ ആയിരിക്കും ഭരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു രാജ്യത്ത് ഒരു പ്രസിഡന്റ് ഭരണം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പ്രസിഡന്റ് ഭരണം കൊണ്ടുവരുന്നതിൽ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അതായത് ഓഗസ്റ്റ് 9 ആ റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്തതും അതുപോലെ തന്നെ അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം നടന്നതെല്ലാം നിങ്ങൾ അറിഞ്ഞതായിരിക്കും. അതായത് അവിടെ ഭരണപക്ഷത്തുള്ള ഇതേ തൃണമൂൽ കോൺഗ്രസ്, അതായത് ഇതേ മമതാ ബാനർജി തന്നെ അതായത് കുറ്റവാളിനെ രക്ഷിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങളും നടത്തി. അതുപോലെ തന്നെ പോലീസ് തന്നെ തെളിവെല്ലാം തന്നെ നശിപ്പിക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തി എന്ന് പറഞ്ഞിട്ടാണ് വലിയ പ്രതിഷേധമെല്ലാം അറിയിക്കുകയും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് എല്ലാം തന്നെ പ്രൊട്ടസ്റ്റിലോട്ട് വന്നത്. അപ്പോൾ ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇതിനെ തുടർന്ന് അതായത് ഭരണപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള വാക്കുതർക്കമെല്ലാം ഉണ്ടായി. അതിലാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയായ BJP പറഞ്ഞിരിക്കുന്നത്, അതായത് ഇവിടെ കാര്യങ്ങളെല്ലാം തന്നെ കൈവിട്ടു പോവുകയാണ്, അതായത് ഇന്ത്യൻ ഭരണകൂട പ്രകാരമല്ല നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ലോ ആൻഡ് എൻഫോഴ്സ്മെന്റ് എല്ലാം തന്നെ വീക്കായി എന്ന് പറഞ്ഞിട്ടാണ് അവര് പ്രസിഡന്റ് ഭരണം കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് ഒരു പ്രസിഡന്റ് ഭരണം കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് വലിയൊരു പോസിബിൾ ആയ ഒരു കാര്യമല്ല. അതായത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസൻസ് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രസിഡന്റ് ഭരണം കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഡയറക്റ്റ് എതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു അക്യൂസ്ഡ് എന്ന് പറയുന്ന ഈ ഒരു കേസിൽ വന്നിട്ട് അതായത് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്, അല്ലാണ്ട് ആ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രസിഡന്റ് ഭരണം കൊണ്ടുവരണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റീസെന്റായി നടത്തിയ സർവേ അനുസരിച്ച് വീണ്ടും അതായത് മമതാ ബാനർജിക്ക് തന്നെയാണ് അവിടെ കൂടുതലും അതായത് ഹയസ്റ്റ് സ്ട്രെങ്ത് ഓഫ് പോൾ കിട്ടിയിരിക്കുന്നത്. അതായത് കൂടുതലും അടുത്തൊരു ഇലക്ഷൻ വെക്കുകയാണെങ്കിലും മമതാ ബാനർജി തന്നെയാണ് ജയിക്കാൻ സാധ്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.